Hi friends, welcome to Annoos weekend. ഇന്ന് ഞാൻ ഒരു അറേബ്യൻ ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഷോർബ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിഭവം അറബികൾക്കിടയിൽ വളരെ പ്രിയമേറിയതാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിക്കൻ, ടൊമാറ്റോ ജ്യൂസ്, ഓട്സ്, സവാള, കുരുമുളക് പൊടി, ചെറിയ ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഡ്രൈ ലെമൺ, ചിക്കൻ സ്റ്റോക്ക്, ഏലക്ക, പട്ട, പൂവ്, ഒലീവ് ഓയിൽ എന്നിവയാണ് ആവശ്യമായിട്ടുള്ളത്. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് സവാള ചേർത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. മൂന്ന് ഏലക്ക, 2 കഷ്ണം പട്ട, 3 കറാമ്പൂ എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഒരു ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ നല്ല ജീരകപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല നിറവും മണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവ രണ്ടും ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ ഇതിലേക്ക് അറബിക് ഫുഡ് ആയതുകൊണ്ട് ഇവ രണ്ടും ചേർത്ത് കൊടുക്കാറില്ല. ഇപ്പോൾ സവാള നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചെറിയ ചെറിയ പീസുകളാക്കിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിനോടൊപ്പം എല്ലുള്ള പീസുകളും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലുള്ള പീസുകൾ ഇട്ട് കൊടുത്താൽ ഷോർബയ്ക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടും. ചിക്കൻ നന്നായി ഇളക്കിയതിന് ശേഷമാണ് ടൊമാറ്റോ ജ്യൂസ് ഒഴിച്ച് കൊടുക്കേണ്ടത്. 2 ചെറിയ തക്കാളിയാണ് ഞാനിതിന് എടുത്തത്. തക്കാളി നല്ലതുപോലെ ഇളക്കി ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ഡ്രൈ ലെമൺ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വേവാവുന്നത് വരെ മൂടി വെക്കുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഓട്സ് ചേർത്ത് കൊടുക്കുകയാണ്. 4 ടേബിൾ സ്പൂൺ ഓട്സാണ് ഇതിലേക്ക് വേണ്ടത്. ഓട്സ് കട്ട പിടിക്കാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇത് വെന്ത് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഷോർബ കുറുകി വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് വറവിടലാണ്. ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ ഒലീവ് ഓയിലാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവറോ വെളിച്ചെണ്ണയോ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതും 4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് ഷോർബയിലേക്ക് ചേർക്കുകയാണ്. നമ്മുടെ ചിക്കൻ ഷോർബ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ സൂപ്പാണിത്. ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.